അപ്പോൾ തന്നെ ഒട്ടേറെ ഇപ്പം മനുഷ്യരെ കൊല്ലുന്നു, വെടിനിർത്തലിന് ശേഷവും കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു, അത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഇനിയൊരു ചർച്ച ഇല്ലെങ്കിൽ ഇത് നിർത്താൻ നേരത്തെ പറഞ്ഞിരുന്നത് ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ളതായിരുന്നു. അവർക്ക് കണ്ടെത്താവുന്ന അത്രയും മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തി ഹമാസ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള സഹായങ്ങളും അവർക്ക് എക്യുപ്മെന്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് ലഭ്യമാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയും ലഭിക്കുന്നില്ല, ഇല്ലെങ്കിൽ നൽകുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പം റഫാ അതിർത്തി ഉൾപ്പെടെ ഇവർക്ക് നൽകേണ്ടിയിരുന്ന സഹായങ്ങൾ മുഴുവൻ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആരൊക്കെ മിണ്ടുന്നുണ്ട് എന്നുള്ളത് പോലും ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരത്തിൽ എത്രത്തോളം സമ്മർദ്ദം ഇസ്രായേലിന്റെ പുറത്ത് ഇനി ചെലുത്താനാകും ഇത്തരം വിഷയങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ ഏറ്റവും ആദ്യ ദിവസം മുതൽ തന്നെ, അതായത് ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന അന്ന് മുതൽ തന്നെ നിത്യവും 600 ട്രക്കുകൾ ഗസയിലേക്ക് വിടണം എന്നാണ് ഈ വെടിനിർത്തൽ കരാറിൽ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ മരുന്നും മറ്റു ഉപകരണങ്ങളും ആശുപത്രികൾക്ക് ലഭ്യമാക്കുക ഉൾപ്പെടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതിനൊക്കെയും കൃത്യമായിട്ടുള്ള ഇടപെടലും പരിഹാരവും ഉണ്ടാകുമെന്ന് ഈ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പോലും 100-125 ട്രക്കുകൾക്ക് മാത്രമാണ് നിത്യവും അനുമതി നൽകിയിരിക്കുന്നത്. 10,000-കണക്കിന് ട്രക്കുകൾ ഇപ്പോഴും റഫാ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ്. കാരണം റഫാ അതിർത്തിയാണ് ഏറ്റവും വലിയ ഗസയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവധമനി തന്നെ. അതുകൊണ്ട് ഈ റഫാ അതിർത്തി തുറക്കാതെ ഇത്രയും കൂടുതൽ ട്രക്കുകൾക്ക് അങ്ങോട്ട് എത്താനോ കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കാനോ സാധിക്കുകയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് സിക്കിം അതിർത്തി മാത്രമാണ് ഇന്നിപ്പോൾ തുറന്നിരിക്കുന്നത്. പക്ഷെ അതിലൂടെയും വളരെ പരിമിതമായ തോതിൽ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും അങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്ന പ്രകാരം 16,000 പരിക്ക് പറ്റിയ ഫലസ്തീനികളെ അടിയന്തരമായി തന്നെ ഗസക്ക് പുറത്ത് അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ 16,000-ഓളം വരുന്ന ഫലസ്തീനികൾ നേരിടുന്നത്. അവരെ ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് ലോകാരോഗ്യ സംഘടനയും അതോടൊപ്പം തന്നെ മറ്റ് UN ഏജൻസികളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് പോലും അക്കാര്യത്തിൽ ഒരു തീർപ്പും മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടെങ്കിലും ഈ പരിക്ക് പറ്റിയവർക്ക് കൃത്യമായിട്ടുള്ള വൈദ്യപരിചരണം നൽകാനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു നിലപാട് കൂടി, അതായത് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന ഒരു രീതി, ഇസ്രായേൽ നിലപാടനുസരിച്ച് ഇനിയൊരു വിശ്വാസം, അതായത് ഇസ്രായേൽ വീണ്ടും ആക്രമിക്കില്ലേ എന്നൊരു സംശയം വന്നതുകൊണ്ടാണോ മറ്റ് ആലോചനകളിലേക്ക്, ഇല്ലെങ്കിൽ നേരത്തെ നടത്തിയിരുന്നത് പോലെ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് ഇനി കടക്കുന്ന കാര്യത്തിൽ ഹമാസ് നിലപാടെടുക്കാത്തത്, ഇല്ലെങ്കിൽ പ്രതികരിക്കാത്തത്? എന്താണ് ഹമാസിന്റെ നിലവിലെ നിലപാട്? ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ വെടിനിർത്തൽ കരാറിൽ ഹമാസ് നേരത്തെ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ 90% അവർ പൂർത്തീകരിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ആദ്യ ദിവസം തന്നെ 20 ജീവനോടെയുള്ള ബന്ദികളെ കൈമാറി. തുടർന്ന് 48 മൃതദേഹങ്ങളായിരുന്നു കൈമാറേണ്ടിയിരുന്നത്. അതിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഇനി വെറും 4 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനുള്ളത്. ആ കണ്ടെത്താനുള്ള പ്രക്രിയയും വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വെടിനിർത്തൽ വ്യവസ്ഥകളും തങ്ങൾ പാലിച്ചു എന്നാണ് ഹമാസ് നേതൃത്വം അവകാശപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ഇപ്പോൾ പോലും ഇസ്രായേൽ തയ്യാറല്ല. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ, ഏതാണ്ട് 252 തവണ ഈ ഒരു മാസത്തിനുള്ളിൽ മാത്രം വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ അമേരിക്കയുടെ നിർബന്ധമുണ്ടായിട്ട് പോലും ഒരു തീരുമാനമെടുക്കാൻ ഇസ്രായേൽ നീട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ വംശഹത്യ എന്ന വലിയൊരു പദ്ധതി, ഗസയെ പൂർണ്ണമായിട്ടും സൈനികമായിട്ടുള്ള മേധാവിത്വത്തിൽ ാക്കുക എന്ന ഒരു അജണ്ട, ആ അജണ്ട നടപ്പാക്കാൻ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘനവും അതോടൊപ്പം തന്നെ തുടർ ചർച്ചകളിൽ നിന്നുള്ള പിന്മാറ്റവും ഇസ്രായേൽ നടത്തുന്നത് എന്ന കാര്യം കൂടുതൽ വെളിപ്പെട്ടു വരികയാണ്. ധന്യ.